മ്യൂച്വൽ ഫണ്ടുകളിൽ പല കാറ്റഗറിയിലുള്ള ഫണ്ടുകളിൽ നമുക്ക് നിക്ഷേപം നടത്തുവാനായിട്ടുള്ള ഒരു അവസരം ഇന്നുണ്ട്. സാധാരണ മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ, ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളോ, സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളോ, തീം ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളോ, അതോടൊപ്പം തന്നെ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ, അതിനുപരിയായിട്ട് ഇൻഡെക്സ് ഫണ്ടുകളും ETF അതായത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളും ഉണ്ട്. നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ ഈ 3 കാറ്റഗറിയിൽ വരുന്ന ഫണ്ടുകളെ കുറിച്ച് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. എന്താണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് അല്ലെങ്കിൽ ETF, എന്താണ് ഇൻഡെക്സ് ഫണ്ട്, ഈ ഫണ്ടുകൾ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യാമോ, ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാമോ, ETF-ഉം ഇൻഡെക്സ് ഫണ്ടും സാധാരണ മ്യൂച്വൽ ഫണ്ടുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ETF, ഇൻഡെക്സ് ഫണ്ട്, അതേപോലെ സാധാരണ മ്യൂച്വൽ ഫണ്ടുകൾ, ഇത് എന്താണ്, എന്തൊക്കെയാണ് ഈ കാറ്റഗറിയിൽ പെടുന്ന മ്യൂച്വൽ ഫണ്ടുകൾ തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ്, അതോടൊപ്പം തന്നെ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് കാറ്റഗറിയിൽ പെടുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകളായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ETF അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകളാണ്. ഈ മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ലോഞ്ച് ചെയ്യുന്നത് നമ്മുടെ ഇന്ന് ഇന്ത്യയിലുള്ള മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളാണ്. ഈ ഫണ്ട് ലോഞ്ച് ചെയ്തതിന് ശേഷം ഇത് സാധാരണ കമ്പനികളുടെ ഷെയറുകൾ പോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ BSEയിലോ ലിസ്റ്റ് ചെയ്യുന്നു. ഇതിൽ നിക്ഷേപം നടത്തുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഇനീഷ്യൽ ഇഷ്യൂ പീരീഡിൽ അതാത് മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഈ ഫണ്ടിൻ്റെ യൂണിറ്റുകൾ വാങ്ങാം. ഈ ഫണ്ടിൻ്റെ ഇനീഷ്യൽ സബ്സ്ക്രിപ്ഷൻ പീരീഡ് ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ഫണ്ടുകൾ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുകയും അതിനുശേഷം ഇൻവെസ്റ്റേഴ്സിന് ഈ ഫണ്ട് സാധാരണ സ്റ്റോക്കുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് പോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നാണ് വിൽക്കുവാനും വാങ്ങുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ETF-ൽ നിക്ഷേപം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു ഡിമാറ്റ് അക്കൗണ്ടും ബ്രോക്കറേജ് അക്കൗണ്ടുമാണ്. സാധാരണ ഷെയറുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് പോലെ തന്നെയാണ് ETF-കൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ പൊതുവെ പാസീവായിട്ട് മാനേജ് ചെയ്യുന്ന ഫണ്ടുകളാണ്. സാധാരണയായിട്ട് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ ബെഞ്ച് മാർക്ക് ചെയ്യുന്നത് ഒരു ബാസ്ക്കറ്റ് ഓഫ് സെക്യൂരിറ്റീസിനെയാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി 50നെ ബെഞ്ച് മാർക്ക് ചെയ്യുന്ന ETF നിഫ്റ്റി 50യിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന 50 കമ്പനികളിൽ അതിൻ്റെ വെയിറ്റേജ് അനുസരിച്ചാണ് നിക്ഷേപം നടത്തുന്നത്. ഇൻഡെക്സ് ഫണ്ടിനെയും അതേപോലെ സാധാരണ മ്യൂച്വൽ ഫണ്ടുകളെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ETF-കളുടെ എക്സ്പെൻസസ് റേഷ്യോ താരതമ്യേന കുറവാണ്. അതോടൊപ്പം തന്നെ പല ETF-കളും സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിനാൽ അതിൽ ലിക്വിഡിറ്റി ഉണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ETF-കൾക്ക് ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ തന്നെ ഒരു സാധാരണ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവരൊരു ETF വിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൈസ് അതിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ETF-കൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടുകളാണെങ്കിൽ തന്നെയും ഇത് ഷെയർ മാർക്കറ്റിൽ ഉള്ള ഒരു സെക്യൂരിറ്റിയെ പോലെ നമുക്ക് അപ്രീസിയേഷൻ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. സാധാരണയായിട്ട് ETF-കളുടെ പ്രൈസ് തീരുമാനിക്കുന്നത് ആ റിലേറ്റഡ് ആയിട്ടുള്ള ഫണ്ടിൻ്റെ NAV-യെ ബേസ് ചെയ്തിട്ടായിരിക്കാം. പക്ഷേ ഭൂരിഭാഗം സമയങ്ങളിലും ETF-കൾ ട്രേഡ് ചെയ്യുന്നത് ആ ഫണ്ടിൻ്റെ NAV പ്രൈസിനേക്കാളും ഡിസ്കൗണ്ടിലായിരിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് വിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബയർ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് വിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതേപോലെയുള്ള ETF-കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മ്യൂച്വൽ ഫണ്ട് സ്കീമാണ്. ഒരു നല്ല കമ്പനിയുടെ ഷെയറിൽ ലഭിക്കുന്ന പോലത്തെ അപ്രീസിയേഷൻ ഒന്നും നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുകയില്ല. അതിനാൽ ഈ മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് വാങ്ങാനായിട്ട് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഫണ്ട് വിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ ETF-കൾ വാങ്ങിയിരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളൊക്കെ വിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ അവർ എക്സ്പെക്റ്റ് ചെയ്ത പ്രൈസ് അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ETF-കൾ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും നിങ്ങൾ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യം, സാധാരണ ഒരു ഷെയർ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ നമ്മൾ ബ്രോക്കറേജ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ETF-കൾ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും നിങ്ങൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രോക്കറേജ് ഫീസ് ഏത് ബ്രോക്കറാണോ അവർക്ക് കൊടുക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ETF യൂണിറ്റുകൾ കീപ്പ് ചെയ്യുന്ന ഡിമാറ്റ് ഫോർമാറ്റിലാണ്. സാധാരണയായിട്ട് ഡിമാറ്റ് അക്കൗണ്ടുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് നമ്മുടെ കയ്യിൽ നിന്നൊരു ആനുവൽ ഫീസ് മേടിക്കാറുണ്ട്. പല DP-കളും 300 രൂപ മുതൽ 800 രൂപ, 1000 രൂപ വരെയൊക്കെ
ഡിമാറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആനുവൽ ഫീസ് വാങ്ങാറുണ്ട്. ഈ കാര്യങ്ങൾ ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കരുതുക. ഇക്വിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ETF-കളും ഉണ്ട്, അതേപോലെ ഡെറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ETF-കളുണ്ട്. ഇക്വിറ്റിയെ ബെഞ്ച് മാർക്ക് ചെയ്യുന്ന ETF-കളുണ്ട്. കമ്മോഡിറ്റി, അതായത് ഗോൾഡ്, സിൽവർ, ഇതിന് ബെഞ്ച് മാർക്ക് ചെയ്യുന്ന ETF-കളുണ്ട്. അതുപോലെ തന്നെ ഡെറ്റ് ഇൻസ്ട്രുമെൻസിനെ ബെഞ്ച് മാർക്ക് ചെയ്യുന്ന ETF-കളും ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ യഥേഷ്ടം അവൈലബിൾ ആണ്. ഇക്വിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ETF-കളുടെ ടാക്സ് ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഇക്വിറ്റി ഷെയറുകളിലോ അല്ലെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ലാഭം വരുന്ന ടാക്സ് ട്രീറ്റ്മെൻറ്റിന് സെയിം ആണ്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFD നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ റിസ്ക് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപം നടത്തണമെങ്കിൽ നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് KYC ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ KYC ഫോർമാലിറ്റീസ് വളരെ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി ഇൻഡെക്സ് ഫണ്ടുകൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇൻഡെക്സ് ഫണ്ടുകളും മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ തന്നെയാണ്. ETF-നെ പോലെ തന്നെ ഒരു പർട്ടിക്കുലർ ബെഞ്ച് മാർക്കിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റ് ഓഫ് സെക്യൂരിറ്റീസിനെ ബെഞ്ച് മാർക്ക് ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്കീമുകളാണ് ഇൻഡെക്സ് ഫണ്ടുകൾ. ഇൻഡെക്സ് ഫണ്ടുകൾ പൊതുവെ പാസീവ്ലി മാനേജ്ഡ് ഫണ്ടുകളാണ്. പാസീവായിട്ട് മാനേജ് ചെയ്യുന്ന ഫണ്ട് എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഫണ്ട് മാനേജറെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഡെക്സ് ഫണ്ട് സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സെക്യൂരിറ്റി സെലക്ഷനോ മറ്റുള്ള റിസർച്ചോ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ BSE സെൻസെക്സിനെ ബേസ് ചെയ്തിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഇൻഡെക്സ് ഫണ്ട് ആണെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന 30 ഷെയറുകളിൽ അതിൻ്റെ വെയിറ്റേജ് അനുസരിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക. ക്വാർട്ടർലി ബേസിസിലോ അല്ലെങ്കിൽ ഹാഫ് ഇയർലി ബേസിസിലോ പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യുക. ഒരു ഫണ്ട് മാനേജറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലി വളരെ സിമ്പിളാണ്. ആ ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കമ്പനികളിൽ നമ്മുടെ ഈ പറഞ്ഞ എക്സാമ്പിളിൽ 30 കമ്പനികളിൽ അതിൻ്റെ വെയിറ്റേജ് അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക, അത്രമാത്രം. അതുകൊണ്ടാണ് അത് പാസീവ്ലി മാനേജ്ഡ് ആയിട്ടുള്ള ഫണ്ടുകൾ എന്ന് പറയുന്നത്. ETF-ലും അതേപോലെ ഇൻഡെക്സ് ഫണ്ടുകളിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മാക്സിമം റിട്ടേൺസ് എന്ന് പറയുന്നത് അത് ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ഇൻഡെക്സിൻ്റെ റിട്ടേൺസ് ആയിരിക്കും. പല അവസരങ്ങളിലും ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ഇൻഡെക്സിനേക്കാളും കുറവ് റിട്ടേൺസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഫണ്ടിൻ്റെ എക്സ്പെൻസസ് റേഷ്യോയും മറ്റും അതേപോലെ ട്രാക്കിംഗ് എറർ ഈ കാര്യങ്ങളെല്ലാം കുറച്ച് കഴിയുമ്പോൾ ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ഇൻഡെക്സിന് സമാനമായിട്ട് അല്ലെങ്കിൽ അതിന് കുറച്ച് താഴെയുള്ള റിട്ടേൺസ് എപ്പോഴും നമുക്ക് ഇൻഡെക്സ് ഫണ്ടുകളിൽ നിന്ന് ലഭിക്കും. അതിനാലാണ് പലപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന റിസ്ക് ആപ്പിറ്റേറ്റ് കുറവുള്ള വ്യക്തികൾ ആദ്യമായിട്ടൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുമ്പോൾ ഇതേപോലെയുള്ള ഇൻഡെക്സ് ഫണ്ടുകളിൽ നിക്ഷേപം നടത്തണമെന്നുള്ളത്. ETF-നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇൻഡെക്സ് ഫണ്ടുകളുടെ എക്സ്പെൻസസ് റേഷ്യോ കുറച്ച് കൂടുതലായിരിക്കും. ETF-ൻ്റെ യൂണിറ്റുകൾ നമുക്കൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുഖാന്തരമാണ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യാൻ സാധിക്കുള്ളൂ. എന്നാൽ ഇൻഡെക്സ് ഫണ്ടിലെ യൂണിറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നതും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നതും റെഡീം ചെയ്യുന്നതും റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഹൗസുകളിലാണ്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടും ഇൻഡെക്സ് ഫണ്ടുകളും പാസീവായിട്ട് മാനേജ് ചെയ്യുന്ന ഫണ്ടുകളായത് കാരണത്താൽ മറ്റുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇക്വിറ്റി ഫണ്ടുകളെ കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന റിസ്ക് കുറവാണെന്ന് പറയപ്പെടുന്നു. ഒരു ഇൻഡെക്സ് ഫണ്ടോ അല്ലെങ്കിൽ ETF-ഓ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ കെയർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫണ്ടിൻ്റെ പെർഫോമൻസ് ആണ്. ഒരേ കാറ്റഗറിയിൽ, അതായത് ഒരേ ഇൻഡെക്സിനെ ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ETF ആണെങ്കിലും ഇൻഡെക്സ് ഫണ്ടുകളാണെങ്കിലും ആ ഫണ്ടുകളുടെ എല്ലാം പെർഫോമൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. അതിൻ്റെ പെർഫോമൻസിൽ വ്യത്യാസം വരുന്നത് ഓരോ ഫണ്ട് ഹൗസുകളും ചാർജ് ചെയ്യുന്ന എക്സ്പെൻസസ് റേഷ്യോയിലാണ്. സാധാരണയായിട്ട് ഇൻഡെക്സ് ഫണ്ടുകളുടെ ആവറേജ് എക്സ്പെൻസസ് റേഷ്യോ എന്ന് പറയുന്നത് ഒരു 0.15% ആയിരിക്കും. പല ഇൻഡെക്സ് ഫണ്ടുകൾക്കും 0.07% മുതൽ 0.5% വരെയും എക്സ്പെൻസസ് റേഷ്യോ വരുന്നുണ്ട്. പക്ഷേ ഒരു ആവറേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 0.15% മുതൽ 0.2% വരെയും വരാം. അപ്പോൾ നിങ്ങൾ ഇൻഡെക്സ് ഫണ്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ എക്സ്പെൻസസ് റേഷ്യോ ഏറ്റവും കുറവും അതേപോലെ ട്രാക്കിംഗ് എറർ ഏറ്റവും കുറവും ഉള്ള ഫണ്ടുകൾ തിരഞ്ഞെടുക്കുക. സെയിം കാറ്റഗറിയിൽ പെടുന്ന അല്ലെങ്കിൽ സെയിം ബെഞ്ച് മാർക്കിനെ ബേസ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾക്ക് അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ടുകളുടെ
റിട്ടേൺസ് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കാം. ETF പോലെ തന്നെ ഇൻഡെക്സ് ഫണ്ടുകളും പ്യുവറായിട്ടുള്ള ഇക്വിറ്റി സെക്യൂരിറ്റീനെ ബേസ് ചെയ്തും കമ്മോഡിറ്റീസ്, അതായത് ഗോൾഡ്, സിൽവർ ഇതേപോലെയുള്ള കമ്മോഡിറ്റികളെ ബേസ് ചെയ്തും ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റുകളെ ബേസ് ചെയ്തുമുള്ള ഇൻഡെക്സ് ഫണ്ടുകൾ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. മൂന്നാമത്തെ കാറ്റഗറി ഫണ്ട് എന്ന് പറയുന്നത് സാധാരണ മ്യൂച്വൽ ഫണ്ടുകളാണ്. സാധാരണ മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പല കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഫണ്ടുകളുണ്ട്, ഇക്വിറ്റി ഫണ്ടുകളുണ്ട്, ഡെറ്റ് ഫണ്ടുകളുണ്ട്, ലിക്വിഡ് ഫണ്ടുകളുണ്ട്. ഇക്വിറ്റി ഫണ്ടുകളിൽ തന്നെ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഫണ്ടുകൾ, തീമാറ്റിക് ആയിട്ടുള്ള ഫണ്ടുകൾ. ഡെറ്റ് ഫണ്ടുകളിലും പല കാറ്റഗറിയിലുള്ള ഫണ്ടുകളുണ്ട്. ഇൻഡെക്സ് ഫണ്ടിനെയും ETF-നെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സാധാരണ മ്യൂച്വൽ ഫണ്ടുകൾക്ക് റിസ്ക് കൂടുതലായിരിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ എക്സ്പെൻസസ് റേഷ്യോ, കാരണം ഇത് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഫണ്ട് മാനേജറിൻ്റെ ലെവലിൽ നിന്ന് ഇതിൽ ഒരുപാട് റിസർച്ചും മോണിറ്ററിങ്ങും റീഅലോക്കേഷനും ഇതെല്ലാം വേണ്ടി വരുന്നത് കാരണം ഈ ഫണ്ടുകളിലെ എക്സ്പെൻസസ് റേഷ്യോ ഇൻഡെക്സ് ഫണ്ടിനെയും അതേപോലെ ETF-നെയും കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന കൂടുതലായിരിക്കാം. വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത് എന്താണ് ETF, എന്താണ് ഇൻഡെക്സ് ഫണ്ട്, എന്താണ് മറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ, ഇതിനെക്കുറിച്ചുള്ള ഒരു താരതമ്യ പഠനം മാത്രമാണ്. മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപം വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ, ഫണ്ടുകൾ തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അഭിപ്രായം തേടിയതിന് ശേഷം നിക്ഷേപങ്ങൾ നടത്തുക. ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള 1200-ൽ കൂടുതൽ വീഡിയോകൾ ഈ യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ഈ വീഡിയോകൾ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു അവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.